നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ഓൾ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്സ് ഫെഡറേഷൻ തൊടുപുഴ ബ്രാഞ്ച് കൗൺസിൽ വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടന്നു. KSSPU കരിമണ്ണൂർ യൂണിറ്റ് 32ാം വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ 25-26 വാർഡുകളിൽ പ്രവർത്തിക്കുന്ന ജീവനി ഹരിത സംഘം ഒളമറ്റത്തിന്റെ വാർഷിക പൊതുയോഗവും പച്ചക്കറി ഉൽപാദന സാമഗ്രികളുടെ വിതരണവും നടത്തി. KSRTC തൊടുപുഴ ഡിപ്പോയിൽ ഡ്രൈവേഴ്സ് ദിനം ആഘോഷിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് ഡിപ്പോയിലെ മികച്ച ഡ്രൈവർമാരെ ആദരിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഒരുക്കുന്ന ന്യൂമാനിയം 2024 ആർട്സ്, സയൻസ്, കൊമേഴ്സ് എക്സിബിഷൻ 2ാം ദിവസവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. ഓൾ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്സ് ഫെഡറേഷൻ തൊടുപുഴ ബ്രാഞ്ച് കൗൺസിൽ വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും തൊടുപുഴ റെസ്റ്റ് ഹൌസ് ഹാളിൽ നടന്നു. സമ്മേളനം ഫെഡറേഷൻ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്സ് ഫെഡറേഷൻ തൊടുപുഴ ബ്രാഞ്ച് കൗൺസിൽ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും തൊടുപുഴ റെസ്റ്റ് ഹൌസ് ഹാളിൽ നടന്നു. സമ്മേളനം ഫെഡറേഷൻ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ ഉദ്ഘാടനം ചെയ്തു. LICയെ സംബന്ധിച്ച് വേണ്ടത് കച്ചവടമാണ്. ഒരു കച്ചവട സ്ഥാപനമാണ്. കച്ചവടം ചെയ്യണവരെ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അല്ലാണ്ട് നമ്മുടെ മറ്റുള്ള യാതൊരു പേഴ്സണാലിറ്റിയും അവർ അതിൽ വിലമതിക്കുന്നില്ല. നമ്മുടെ സംഘടനയുടെ തീരുമാനം അത് തന്നെയാണ്. പുതിയതായിട്ട് നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തു. അതിലൊരു തീരുമാനമാണെന്ന് എന്താണെന്ന് വെച്ചാൽ, ഒരേ ലൈസൻസ് മേടിച്ച എല്ലാ LIC ഏജന്റുമാരും വേറെ ലൈസൻസ് ഇല്ലെന്നായിരിക്കും അവരെല്ലാവരും ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യുക, നല്ല രീതിയിൽ അവർ ബിസിനസ് മെച്ചപ്പെടുത്തുക. അവരെ ഫെഡറേഷൻ അംഗങ്ങളായിട്ട് LIC കയറി ചെല്ലുമ്പോൾ ഫെഡറേഷൻ അംഗങ്ങളാണ് ഈ ബിസിനസ് ചെയ്തവരെന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. ബാക്കിയുള്ളതൊക്കെ മാറ്റി വയ്ക്കുന്നത്. കച്ചവടം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവരെ അംഗീകരിക്കുകയുള്ളൂ. കച്ചവടം ഉണ്ടെങ്കിലും പൈസ ഉണ്ടായാലും മാത്രമേ നമുക്കും പുരോഗമനം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, രാവിലെ മുതൽ സംഘടനാ പ്രവർത്തനം നടത്താൻ നമ്മൾ ആരോടും പറയുന്നില്ല. പലരുടെയും ധാരണ എന്ന് വെച്ചാൽ നമ്മൾ മാനേജ്മെന്റിനെതിരെ അല്ല, ഒരു ഡെവലപ്മെന്റ് ഓഫീസറെതിരെ അല്ല, ഒരു യൂണിയനും അങ്ങനെ ഒരു യൂണിയൻ പ്രവർത്തനം അല്ല. നമ്മുടെ സംഘടനാ പ്രവർത്തനം നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ള എല്ലാ രീതിയിലും, ബിസിനസ് രംഗത്ത്, മറ്റുള്ള സാമൂഹ്യ രംഗത്ത്, ജനങ്ങളുടെ ഇടയിൽ നമുക്ക് നല്ലൊരു പേരുണ്ടാക്കുക. ഒരു LIC ഏജന്റ് എവിടെ താമസിക്കണ്ടെങ്കിലും ഒരാൾ അന്വേഷിച്ചാൽ വന്ന് അന്വേഷിക്കുക. പുറത്തുനിന്ന് ഒരാൾ വന്ന് അന്വേഷിക്കുക. ഒരു LIC ഏജന്റ് ഇന്ന ആൾ എവിടെ താമസിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും അറിഞ്ഞിരിക്കണം ഇന്ന ആളാണ്. ബ്രാഞ്ച് കൗൺസിൽ പ്രസിഡന്റ് KC ത്രേസ്യാമ്മ അധ്യക്ഷയായി. കോട്ടയം ഡിവിഷൻ പ്രസിഡന്റ് ജോസഫ് കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയം ഡിവിഷൻ സെക്രട്ടറി അനൂപ് സോമനാഥ്, ജില്ലാ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ, LIC സഹകരണ സംഘം പ്രസിഡന്റ് സൈജൻ സ്റ്റീഫൻ, CC അനിൽകുമാർ, KP അനിൽകുമാർ, രാജശ്രീ അനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സെക്രട്ടറി മാനുവൽ ചെമ്പരത്തി സ്വാഗതവും വൈസ് പ്രസിഡന്റ് CP കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. MDRT ജേതാക്കളായ PN രാജീവ്, റെജി ജോൺ, അനിൽ മാത്യു, CC അനിൽകുമാർ, മാത്യു സെബാസ്റ്റ്യൻ, രാജീവ് ജോസഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മാധ്യമരംഗത്തെ പ്രവർത്തനത്തിന് LIC ഏജന്റ് കൂടിയായ സാബു മാത്യുവിനും ഉപഹാരം സമ്മാനിച്ചു. പ്രസിഡന്റായി KC ത്രേസ്യാമ്മ, സെക്രട്ടറിയായി മാനുവൽ ചെമ്പരത്തി, ട്രഷററായി KK ജെസ്സി എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാലത്തിന്റെ മാറ്റത്തിൽ ബാർബർ ഷോപ്പുകൾ ഫാഷൻ സൗന്ദര്യവർദ്ധക കേന്ദ്രങ്ങൾ ആകുമ്പോഴും പഴമ കാത്തു സൂക്ഷിക്കുന്ന ഒരു ബാർബർ ഷോപ്പുണ്ട്. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ ആനക്കുഴി എസ്റ്റേറ്റിൽ 40 വർഷക്കാലമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ബാർബർ ഷോപ്പിന്റെ ഉടമ തന്റെ അച്ഛന്റെ പാരമ്പര്യം തുടർന്നാണ് ഇപ്പോഴും ബാർബർ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നത്. കാണാം ഈ പഴയകാല ബാർബർ ഷോപ്പിലെ വിശേഷങ്ങൾ.
ബാർബർ ഷോപ്പുകൾ നൂതന ശൈലികളിലേക്കും സൗന്ദര്യവർദ്ധക കേന്ദ്രങ്ങളുമായി മാറുമ്പോഴും പഴമ നിലനിർത്തി പ്രവർത്തിച്ചു വരുന്ന ഒരു ബാർബർ ഷോപ്പുണ്ട് തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ ആനക്കുഴിയിൽ. പഴയ എസ്റ്റേറ്റ് വക കെട്ടിടത്തിലായി പ്രവർത്തിച്ചു വരുന്ന ബാർബർ ഷോപ്പ് നടത്തി വരുന്നത് ആനക്കുഴി സ്വദേശിയായ രാജനാണ്. തന്റെ പിതാവിൽ നിന്നും ഏറ്റെടുത്ത് കഴിഞ്ഞ 40 വർഷക്കാലമായി രാജൻ ഈ ബാർബർ ഷോപ്പ് നടത്തി വരുന്നു. പുതുതലമുറ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ടൗണുകളിലെ ബ്യൂട്ടി സെന്ററുകളായി മാറിയ ബാർബർ ഷോപ്പുകൾ തേടി പോകുമ്പോഴും താൻ പഴമയെ വിട്ടുമാറാതെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുവെന്ന് രാജൻ പറയുന്നു. അതിപ്പോൾ കടയിൽ മുകളിൽ നമ്മൾ അന്നത്തെ കാലം പോലെ നമ്മളിന്ന് മറക്കാതെ അങ്ങനെ ഇരിക്കുക. പിന്നെ ഇപ്പം പിള്ളേർ സെറ്റൊക്കെ അങ്ങനെയാണ് പോയി, നമ്മുടെ ആ രീതിയിലൊന്നും പോകാൻ പറ്റുകയില്ല. അപ്പം പിന്നെ മേഖല അനുസരിച്ച് ഇപ്പം ടൗണിലൊക്കെ ആകുമ്പോൾ ഇതിനൊക്കെ ആകത്തില്ല. മേഖലയാകുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാം. ഇത് എത്ര വർഷമായിട്ടുള്ള കടയാണ്? ഇതൊരു 40 വർഷം പഴക്കമുണ്ട്. 40 കൊല്ലമുണ്ട്. നിങ്ങളിപ്പം 40 വർഷമായിട്ടുള്ള അതോ അന്ന് തന്നെയാണ് ചെയ്യുന്നത്? എൻ്റെ അച്ഛനെ പിന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ശരിക്കും കൊടുന്ന് കൂട്ടിയോ പിന്നെ അവിടെയാണ്. ഈ പഴമ നിലനിർത്തുന്ന ബാർബർ ഷോപ്പിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് പഴയകാല മുടിവെട്ട് കസേരയാണ്. ഇതിൽ മുടിവെട്ടുവാൻ എത്തുന്നവരുടെ സൗകര്യത്തിനായി ഉയര ക്രമീകരണത്തിന് ഉപയോഗിക്കുന്ന ഭാഗം ഇപ്പോഴും പഴയപടി തന്നെയാണുള്ളത്. നൂതന രീതിയിലുള്ള കസേരകൾ നിലവിൽ ലഭ്യമാണെങ്കിലും രാജൻ ഈ പഴയ കസേര ഉപേക്ഷിക്കുവാൻ തയ്യാറല്ല. കോവിഡ് കാലത്തെ മാനദണ്ഡങ്ങൾക്കൊപ്പം മറ്റ് ഉപകരണങ്ങൾക്ക് പഴമയിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഈ ബാർബർ ഷോപ്പ് തേടിയെത്തുന്നവരാണ് പ്രദേശവാസികളിലേറെയും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. KSSPU കരിമണ്ണൂർ യൂണിറ്റ് 32ാം വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു. തൊടുപുഴ DYSP ഇമ്മാനുവൽ പോൾ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് PV ഡാമിയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം PP സൂര്യകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിമണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 32ാം വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടത്തി. കരിമണ്ണൂർ തേക്കിൻകൂട്ടം കുന്നപ്പള്ളിൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗം തൊടുപുഴ DYSP ഇമ്മാനുവൽ പോൾ ഉദ്ഘാടനം ചെയ്തു. ഈ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ 1992 മെയ് മാസത്തെ പിറവി എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. അതിനുശേഷം ഈ 32-33 വർഷ കാലഘട്ടത്തിനിടയിൽ ഈ സംഘടനയ്ക്കുണ്ടായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് വളരെ നമ്മൾ കാര്യമായിട്ട് കാണേണ്ട വളർച്ചയാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അതിന് മുമ്പുണ്ടായിട്ടുള്ള സംഘടനകളും സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിൽ വന്നിട്ടുള്ള വീഴ്ചകളും എല്ലാം പഠിച്ച് അതിനുശേഷം രൂപീകൃതമായിട്ടുള്ള ഒരു സംഘടന ആയതുകൊണ്ടാണ് അത് ഇത്രയും നല്ല ശക്തമായി നിലനിന്ന് പോകുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ടായത്. ആ വീഴ്ചകളിൽ നിന്നെല്ലാം പാഠം പഠിച്ച് അതുപോലെ തന്നെ ഈ സംഘടനയുടെ സാരഥികളായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ചിത്രൻ നമ്പൂതിരി സാർ അടക്കമുള്ള ആളുകൾ എന്ന് പറയുന്നത് വളരെ ദീർഘവീക്ഷണമുണ്ടായിരുന്ന വളരെയധികം കഴിവുകളുണ്ടായിരുന്ന ആളുകൾ. അവരുടെ ആ കഴിവുകൾ ഒരു പരിധിവരെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവർ റിട്ടയർ ആയതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെട്ടിട്ടുള്ളത്, ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായും നമ്മൾ അവരെയെല്ലാം നന്ദിയോടെ ഓർക്കണം. സംഘടനാ പ്രസിഡന്റ് PV ഡാമിയൻ അധ്യക്ഷനായി. സെക്രട്ടറി KK സതീശൻ റിപ്പോർട്ടും ട്രഷറർ സജീവൻ PP വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം PP സൂര്യകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കുമാരനാശാന്റെ മരിച്ചിട്ട് 100 വർഷം പൂർത്തിയായി അല്ലേ? 100 വർഷം പൂർത്തിയായി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കവിതയുണ്ട്, 4 വരി ഞാൻ വായിക്കുന്നുണ്ട്. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിലുണ്ണാത്തവർ ഇങ്ങനെ ഒട്ടല്ലോ ജാതി കോമരങ്ങൾ. പഠിച്ചിരിക്കേണ്ടത് നമ്മൾ. ഞാനും നിങ്ങളൊക്കെ പഠിച്ച കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര മനോഹരമായ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചിരിക്കുന്നു. തൊട്ടുകൂടാത്തവർ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ജീവിതം പുലർത്തിയ ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ടായിരുന്നു. അതാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ കേരളം ഭ്രാന്താലയമാണ് എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടായത്. അവിടെ നിന്നും മാറി ആരാധനാലയങ്ങളിൽ പോകാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സമരങ്ങൾ അല്ലേ, വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങൾ, പഠിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങൾ, ആ സമരങ്ങളുടെയൊക്കെ ഫലമായി ഞാനും നിങ്ങളുമൊക്കെ പഠിച്ച് മിടുക്കരായി ജോലി നേടി ഇന്ന് പെൻഷൻ പറ്റി കഴിയുകയാണ്. ആ സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. KSSPU ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം CV ജോർജ് വർണ്ണാധികാരിയായി തെരഞ്ഞെടുപ്പ് നടത്തി. ജില്ലാ കൗൺസിൽ അംഗം AS ഇന്ദിര ആശംസ നേർന്നു. കരിമണ്ണൂർ യൂണിറ്റിലെ ബിനോ KC സ്വാഗതവും സംഘടനാ വൈസ് പ്രസിഡന്റ് TU ജോർജ് നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UTEF സംഘടനകൾ സംസ്ഥാന വ്യാപകമായി നടത്തിയ പണിമുടക്ക് ഇടുക്കി ജില്ലയിൽ പൂർണ്ണമായി. തൊടുപുഴ, കട്ടപ്പന, നെടുംകണ്ടം, പീരുമേട് എന്നിവിടങ്ങളിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത്. തൊടുപുഴയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച പ്രകടനത്തിൽ SEU സംസ്ഥാന വൈസ് പ്രസിഡന്റ് VJ സലീം, ജില്ലാ പ്രസിഡന്റ് VA നവാസ്, KPSTA ജില്ലാ സെക്രട്ടറി PM നാസർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കുടിശ്ശികയായ 6 ഗഡു ക്ഷാമബത്ത അനുവദിക്കുക, 4 വർഷമായി തടഞ്ഞുവെച്ചിട്ടുള്ള ലീവ് സറണ്ടർ അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UTEF സംഘടനകളുടെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തിയത്. തൊടുപുഴ, കട്ടപ്പന, നെടുങ്കണ്ടം, പീരുമേട് എന്നിവിടങ്ങളിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത്. തൊടുപുഴയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ പ്രകടനത്തിന് SEU സംസ്ഥാന വൈസ് പ്രസിഡന്റ് VJ സലീം, ജില്ലാ പ്രസിഡന്റ് VA നവാസ്, KGOU ജില്ലാ ട്രഷറർ രാജേഷ് ബേബി, NGO അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി CS ഷമീർ, KPSTA ജില്ലാ സെക്രട്ടറി PM നാസർ, ഖാദി ബോർഡ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അനു MR, VB അജിതൻ, വിൻസെന്റ് തോമസ്, UM ഷാജി, PU ദീപു, PR ഗിരീഷ്, MK നാസർ, ബിജോയ് മാത്യു, സജി മാത്യു, രാജിമോൻ ഗോവിന്ദ്, സിനി ട്രിസ, ഡയസ് സെബാസ്റ്റ്യൻ, ബിജു ഐസക്, സുബീഷ് KV, MD ബിനിൽ, ബിജു, VS ഫൈസൽ, ബുഷറ, ദിലീപ് ജോസഫ്, KB റഫീഖ്, TK നിസാർ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനമൊട്ടാകെ ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ജീവനക്കാർ അലയടിക്കുന്ന ജീവനക്കാരുടെ മനസ്സാണ് ഈ സമരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഈ ഓഫീസുകളിൽ കയറി ചെന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു. പ്രിയമുള്ള ജീവനക്കാരെ, 3 വർഷത്തിൽ താഴെ സർവീസിലുള്ള ജീവനക്കാരുണ്ടെങ്കിൽ അവർക്കറിയാം, അവർ ക്ഷാമബത്തെ പറ്റി കേട്ടിട്ടില്ല. ക്ഷാമബത്ത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്ന ഒരു ജീവനക്കാർ. അതുപോലെ ലീവ് സറണ്ടർ എന്താണെന്ന് പുതുതായി വന്ന ജീവനക്കാർ കേൾക്കുവാനില്ല. അതുപോലെ പങ്കാളിത്ത പെൻഷൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ തള്ളുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷക്കാലം നമ്മളെ പറ്റിച്ചു. ഒരു ശമ്പള പരിഷ്കരണം, ഈ പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞൊരു സമിതിയെ വെച്ച് നമ്മളെ പറ്റിച്ചു. വീണ്ടും ആ സമിതിക്ക് ഇത് നീട്ടിക്കൊടുത്ത് കാലാവധി നീട്ടിക്കൊടുത്തുകൊണ്ട് നമ്മളെ പറ്റിച്ചു. കട്ടപ്പനയിൽ സെറ്റോ ജില്ലാ ചെയർമാൻ ഷിഹാബ് പരീദ്, KGOU ജില്ലാ പ്രസിഡന്റ് സാബു ജോൺ, NGOA ജില്ലാ വൈസ് പ്രസിഡന്റ് KC ബിനോയ്, KK അനിൽ എന്നിവർ നേതൃത്വം നൽകി. നെടുങ്കണ്ടത്ത് NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഷാജി ദേവസ്യ, MA ആന്റണി എന്നിവർ നേതൃത്വം നൽകി. പീരുമേട്ടിൽ NGO അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PK യൂനുസ്, OM ഫൈസൽ ഖാൻ, KPSTA നേതാക്കളായ വിജയകുമാർ, ST രാജ്, തങ്കരാജ്, നഫാസ് ഖാസ് എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ മുനിസിപ്പൽ 25, 26 വാർഡുകളിൽ പ്രവർത്തിക്കുന്ന ജീവനി ഹരിത സംഘം ഒളമറ്റത്തിന്റെ വാർഷിക പൊതുയോഗവും പച്ചക്കറി ഉൽപാദന സാമഗ്രികളുടെ വിതരണവും നടത്തി. മുനിസിപ്പൽ 26 വാർഡ് കൗൺസിലർ ഷീൻ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജീവനി ഹരിത സംഘം പ്രസിഡന്റ് ഷാജി M മണക്കാട്ട് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ 25, 26 വാർഡുകളിൽ പ്രവർത്തിക്കുന്ന ചൈതന്യ നഗർ, ഡിവൈൻ നഗർ, പെരിക്കോണി, റോക്ക് വ്യൂ റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിലുള്ള കാർഷിക കൂട്ടായ്മ ജീവനി ഹരിത സംഘം ഒളമറ്റത്തിന്റെ 3ാം വാർഷിക പൊതുയോഗവും പച്ചക്കറി ഉൽപാദന സാമഗ്രികളുടെ വിതരണവും ഒളമറ്റം ചൈതന്യ നഗറിൽ സംഘടിപ്പിച്ചു. പൊതുസമ്മേളനവും പച്ചക്കറി ഉൽപാദന സാമഗ്രികളുടെ വിതരണ ഉദ്ഘാടനവും മുനിസിപ്പൽ 26 വാർഡ് കൗൺസിലർ ഷീൻ വർഗീസ് നിർവഹിച്ചു. നമുക്കറിയാം, ഏറ്റവും മികച്ച രീതിയിൽ മുന്നേറുന്ന, മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ, പെരിക്കോണി, ഡിവൈൻ, റോക്ക് വ്യൂ, അങ്ങനെ 4 റെസിഡൻസ് അസോസിയേഷനുകൾ സംയുക്തമായിട്ട് ജീവനി ഹരിത സംഘം എന്ന ഒരു സംഘം രൂപീകരിക്കുകയും സർക്കാരിൻ്റെ ഗ്രാൻഡോടുകൂടി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളെല്ലാവരും, ഞാനടക്കം, എൻ്റെ ഭാരവാഹി എന്ന രീതിയിൽ ഞാനടക്കം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ജീവനി ഹരിത സംഘം പ്രസിഡന്റ് ഷാജി M മണക്കാട്ട് അധ്യക്ഷനായി. ജീവനി ഹരിത സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് KP സുബൈർ സംഘത്തിന്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ മാത്യു കുഞ്ചരക്കാട്ട് വാർഷിക കണക്കുകൾ അവതരിപ്പിച്ചു. വാർഷിക പൊതുയോഗത്തിൽ ജീവനി ഹരിത സംഘത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി ജീവനി ജീവ ചൈതന്യ കാർഷിക പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി തുടങ്ങുകയും ജീവനിയിലെ അംഗങ്ങൾക്ക് പച്ചക്കറി തൈകൾ വളർത്തുവാനുതകുന്ന HDPL ചട്ടികൾ, സ്പ്രേയറുകൾ, പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്തുകൾ, വളം, കീടനാശിനി എന്നിവ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
പെരുമ്പിളിച്ചിറ അല്ലസർ പബ്ലിക് സ്കൂളിന്റെ ഈ വർഷത്തെ വാർഷിക ആഘോഷം വിപുലമായി ആഘോഷിച്ചു. 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ആനുവൽ ഡേ സെലിബ്രേഷനിൽ പ്ലേ സ്കൂൾ മുതൽ +2 വരെയുള്ള കുട്ടി കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായിരുന്നു. ഗായകരായ അൻസാർ ഇസ്മായിൽ, OU ബഷീർ എന്നിവരാണ് മുഖ്യാതിഥികളായി പങ്കെടുത്തത്. പെരുമ്പിളിച്ചിറ അല്ലസർ പബ്ലിക് സ്കൂളിന്റെ ഈ വർഷത്തെ വാർഷികാഘോഷം ഫിയസ്റ്റ 2K24 2 ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പ്ലേ സ്കൂൾ മുതൽ +2 വരെയുള്ള കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ആദ്യ ദിവസം മുഖ്യാതിഥിയായി എത്തിയത് പ്രശസ്ത ഗായകനും സ്റ്റേജ് ഷോകളിലെ നിറസാന്നിധ്യവുമായ അൻസാർ ഇസ്മായിലായിരുന്നു. അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് KM ഇജാസ് അധ്യക്ഷനായി. വൈസ് പ്രിൻസിപ്പൽ അരുൺ ഗോപാൽ സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പൽ നൌഷാദ് കാസിം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് ത്വാഹ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ ഹെഡ് ബോയ് നജാദ് അഹമ്മദ് നന്ദി പറഞ്ഞു. 2ാം ദിവസം അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഹാജി KM മൂസയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മാപ്പിളപ്പാട്ട് ഗായകനും കൈരളി പട്ടുറുമാർ ഷോയിലൂടെ പേരെടുത്ത OU ബഷീർ ആയിരുന്നു മുഖ്യാതിഥിയായി എത്തിയത്. അക്കാഡമിക് കോർഡിനേറ്റർ ഫാത്തിമ മൊയ്തീൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഗ്രീഷ്മ മാത്യു നന്ദി പറഞ്ഞു. 2 ദിവസവും സ്കൂൾ ബാൻഡ് ടീമിന്റെ അകമ്പടിയോടെയാണ് വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചത്. ആനുകാലിക പ്രസക്തിയുള്ള തീം ബേസ്ഡ് പ്രോഗ്രാമുകൾ, കോമഡി സ്കിറ്റ്, ഒപ്പന തുടങ്ങി KG കുട്ടികളുടെ കലാപ്രകടനങ്ങൾ ശ്രദ്ധേയമായ ഇനങ്ങളായിരുന്നു. കുട്ടികളുടെ രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KSRTC തൊടുപുഴ ഡിപ്പോയിൽ ഡ്രൈവേഴ്സ് ദിനം ആഘോഷിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് ഡിപ്പോയിലെ മികച്ച ഡ്രൈവർമാരെ ആദരിച്ചു. DTO രാധാകൃഷ്ണൻ KP ഉദ്ഘാടനം നിർവഹിച്ചു. മനോജ് PS അധ്യക്ഷത വഹിച്ചു. റോഡ് സുരക്ഷാ സംരംഭങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെയും സംസ്ഥാന ഗതാഗത സ്ഥാപനങ്ങളുടെയും അപ്പെക്സ് ബോഡിയായ അസോസിയേഷൻ ഓഫ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്സ് ജനുവരി 24 ഡ്രൈവേഴ്സ് ദിനമായി ആഘോഷിച്ചു. യാത്രക്കാർക്ക് പ്രിയപ്പെട്ട ഡ്രൈവർമാരോട് നന്ദി പറയുവാനും ഡ്രൈവർമാർക്ക് പ്രോത്സാഹനങ്ങൾ നൽകുവാനും യാത്രക്കാരും ജീവനക്കാരുമായുള്ള ബന്ധം സൗഹൃദപരമാക്കി പൊതുഗതാഗത സംവിധാനങ്ങളിലേക്ക് യാത്രക്കാരെ കൂടുതൽ ആകർഷിക്കുകയുമാണ് ഡ്രൈവേഴ്സ് ഡേ കൊണ്ട് ലക്ഷ്യമിടുന്നത്. തൊടുപുഴ KSRTC ഡിപ്പോയിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി DTO KP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അർഹത തീരുമാനിക്കുന്നത് പല ഘടകങ്ങളാണ്. അർഹത എങ്ങനെ തീരുമാനിച്ചു എന്നുള്ളതല്ല, കിട്ടി, അത് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായി, അത് തരാനുള്ള ഒരു വേദി ഉണ്ടായി. ഇത് പൊതുജനങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. ഒരുപാട് തെറ്റിദ്ധാരണകൾ, ആക്ഷേപങ്ങൾ നമുക്കെതിരായിട്ട് പല കാരണങ്ങളായിട്ടാണ് അത് ഉള്ളത്. പക്ഷെ പ്രധാനമായിട്ടും ഡ്രൈവർ ഈ വാഹനം നിയന്ത്രിക്കുന്ന ആൾ ഡ്രൈവറാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു പൊതുനിരത്തുകൂടി വാഹനം ഓടിച്ച് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗം ആണ് KSRTC ഡ്രൈവർമാർ. അപ്പോ ഈ ആളുകളെ അംഗീകരിച്ചു, അതല്ലെങ്കിൽ ഇവര് പ്രസക്തമായിട്ടുള്ള ആളുകളാണെന്ന് തോന്നലുണ്ടാകും. പക്ഷേ ഇതുപോലുള്ള നടപടികൾക്ക് കഴിയും. ചടങ്ങിൽ തൊടുപുഴ യൂണിറ്റിൽ നിന്നും മികച്ച ഡ്രൈവർമാരായി തെരഞ്ഞെടുക്കപ്പെട്ട തോമസ് TP, ജോസ് മാത്യു, മോഹനൻ KG, വിൽസൺ ജോൺ, അനിൽ TC, ബോബി ജേക്കബ്, ജീവ JC എന്നിവരെ പൊന്നാടി അണിയിച്ച് മൊമന്റോ നൽകിയും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു. വെഹിക്കിൾ സൂപ്പർവൈസർ PS മനോജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DTO S സന്തോഷ് കുമാർ, വിവിധ സംഘടനാ നേതാക്കളായ സന്തോഷ് KK, അജീഷ് R പിള്ള, അബ്ദുൾ ലത്തീഫ്, വിനോദ് കുമാർ PA, സൂപ്രണ്ടുമാരായ നിഷ NB, മിനി R, ചാർജ്മാൻ സിനി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഒരുക്കുന്ന ന്യൂമാനിയം 2024 ആർട്സ്, സയൻസ്, കൊമേഴ്സ് എക്സിബിഷൻ 2ാം ദിവസവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം ഒരുമിക്കുന്ന എക്സിബിഷനിൽ ISRO ചന്ദ്രയാൻ പ്രോജക്ട്സ്, NCC 18 ബറ്റാലിയൻ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ, പുരാവസ്തു ശേഖരങ്ങൾ തുടങ്ങി അറിവും വിജ്ഞാനവും പകർന്നു നൽകുന്ന അനവധി സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. ജനുവരി 26 എക്സിബിഷൻ സമാപിക്കും. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 60ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി 23 മുതൽ 26 വരെ ഒരുക്കുന്ന ന്യൂമാനിയം 2024 ആർട്സ്, സയൻസ്, കൊമേഴ്സ് എക്സിബിഷൻ 2ാം ദിവസവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം ഒരുമിക്കുന്ന എക്സിബിഷനിൽ ISRO ചന്ദ്രയാൻ പ്രോജക്ട്, NCC 18 ബറ്റാലിയൻ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ, കോളേജിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സൈക്കോളജി, ബോട്ടണി, സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റുകൾ ഒരുക്കുന്ന സയന്റിഫിക്കൽ സ്റ്റാളുകൾ, പുരാവസ്തു ശേഖരങ്ങൾ തുടങ്ങി അറിവും വിജ്ഞാനവും പകർന്നു നൽകുന്ന അനവധി കാഴ്ചകളാണ് എക്സിബിഷന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്.
ട്രിക്ക് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിന് ഞങ്ങളെ ഒത്തിരി ചിന്തിക്കാനായിട്ട് സമ്മതിക്കുകയും പിന്നെ ഹിസ്റ്ററി നമ്മളെ കുറേ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. നമ്മളെ ഫോണിൽ കൂടെയും പുസ്തകത്തിലൂടെ കണ്ട സാധനങ്ങൾ മാത്രമായിരുന്നു ഇത്ര നാളുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങളത് നേരിട്ട് കണ്ടപ്പോൾ കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവായി. ആക്രമണം ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന ടൈപ്പിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഞങ്ങളിവിടെ ഇപ്പോൾ വെപ്പൺസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് വരുന്നത് 0.22 ബോൾട്ട് ആക്ഷൻ ഉണ്ട്, 0.22 ഡ്യൂലക്സ് ഉണ്ട്, അതേപോലെ തന്നെ SLRs, ഇത് ഇൻസാസ് റൈഫിളൊക്കെ കറന്റ് ഇന്ത്യൻ ആർമിയുടെ സർവീസ് വെപ്പൺസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ അച്ചീവ്മെന്റ്സ് എല്ലാം സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോംസ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു മോഡൽസ് ആണ്, വർക്കിംഗ് മോഡൽ ആൻഡ് സ്കിൽ മോഡലുണ്ട്. അയൺ ഡോംസ്, അതേപോലെ അഗ്നി മിസൈലാണിത്, മിലിറ്ററി ആൽഫബറ്റ്സ്. അതേപോലെ OT ഗ്രൗണ്ടിൽ ഓടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ പാർട്സ്, റൈഫിൾസ്, നമ്മുടെ റാങ്കുകൾ എല്ലാം ഇൻവോൾവ് ചെയ്ത് ടോട്ടലി ഒരു ഇന്ത്യൻ ആർമീനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് വെച്ച് ചെയ്തിരിക്കുന്നതാണ് ഈ ഫുൾ എക്സിബിഷൻ. വിവിധ സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേരാണ് ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത്. ജനുവരി 26-ന് എക്സിബിഷൻ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് മണക്കാട് ഗ്രാമപഞ്ചായത്തിൽ സ്വീകരണം നൽകി. മണക്കാട് ജ്യോതിസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ടോണി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിത്തല ശാഖയുടെ നേതൃത്വത്തിലാണ് മണക്കാട് ഗ്രാമപഞ്ചായത്തിലെത്തിയ വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. മണക്കാട് ജ്യോതിസ് ഓഡിറ്റോറിയത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ മാനേജർ സാബു മേച്ചേരലിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ടോണി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. 10 ലക്ഷം രൂപ വരെ ഒരു വ്യവസായ പ്രവർത്തനം വേണ്ടിയിട്ട് ലോൺ കിട്ടുന്ന സ്കീമുകളെ പറ്റി പറയുകയുണ്ടായി. അതുപോലെ തന്നെ ചെറിയ പൈസയ്ക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന പല സ്കീമുകളുമുണ്ട്. അത്തരത്തിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്തു വരും. അതുപോലെ കൃഷി മേഖലയിലാണെങ്കിലും ഒക്കെ ഒരുപാട് സ്മാം എന്ന് പറയുന്ന പദ്ധതികളുടെ തന്നെ കർഷകർക്ക് 80% സബ്സിഡിയോടുകൂടി ഉപകരണങ്ങൾ നൽകുന്ന സ്കീമുകളുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ആളുകൾക്ക് സഹായം എത്തിക്കുന്ന ഒരു രീതിയിലുള്ള കടന്നുപോയിക്കൊണ്ടിരിക്കും. ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ ജോസ് ജോർജ് വളവി മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ കൃഷി വിജ്ഞാൻ കേന്ദ്രയിലെ ശാസ്ത്രജ്ഞ പ്രീതു കെ പോൾ, റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസർ സാലിക്കുട്ടി ജോസഫ്, FACT ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗോകുൽ ഗോപി, തൊടുപുഴ ബ്ലോക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർമാരായ ലിജി ജോർജ്, ഷീബ നവാസ് എന്നിവർ കേന്ദ്ര പദ്ധതികളുടെ വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം ജീന അനിൽ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ CT രാജി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിത്തല ശാഖാ മാനേജർ പാർവതി അരവിന്ദ്, റീജിയണൽ ബിസിനസ് മാനേജർ ഗ്രീഷ്മ റിച്ചാർഡ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയുടെ കുടുംബത്തെ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഹ്യൂമൻ റൈറ്റ്സ് കോർ സംഘടനയുടെ ദേശീയ ഭാരവാഹികൾ സന്ദർശിച്ചു. 29-ാം തീയതി വരുന്ന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കുവാനുള്ള നടപടികൾ ചെയ്യുമെന്ന് ഭാരവാഹികൾ. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയുടെ കൊലപാതക പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധിക്കെതിരെ നിയമപോരാട്ടം കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ട് നടത്താൻ തീരുമാനിച്ചാണ് ഡൽഹി കേന്ദ്രീയമായി പ്രവർത്തിച്ചു വരുന്ന ഹ്യൂമൻ റൈറ്റ്സ് കോർ സംഘടനാ ഭാരവാഹികൾ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിലെത്തിയത്. മാതാപിതാക്കളുമായി ഏറെ നേരം സംസാരിക്കുകയും ഇതുവരെയുള്ള കേസിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. 29-ാം തീയതിയാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത്. ഇതിനുശേഷവും കുടുംബത്തിന് നീതി ലഭിച്ചില്ല എങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് കുടുംബത്തിന് നീതി ഉറപ്പാക്കാനുള്ള നടപടികൾ ചെയ്യുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് കോർ ദേശീയ സെക്രട്ടറി വിനു വണ്ടൂർ പറഞ്ഞു. മാതാപിതാക്കളെ കണ്ടതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കുടുംബത്തിൻ്റെ ഉണ്ടായ ആ നഷ്ടത്തിന് തക്കതായ ശിക്ഷ ആ പ്രതിക്ക് ലഭിക്കാതെ ഈ വിഷയത്തിൽ നിന്നും ഹ്യൂമൻ റൈറ്റ്സ് പിന്മാറുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കേസ് ഏറ്റെടുത്ത് ഈ അടുത്ത വിധിക്ക് കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾ ഇത് ഏറ്റെടുത്ത് ഇത് സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തിക്കാനും അതുപോലെ തന്നെ CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കാനുമുള്ള ഒരു ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിത് പുനരന്വേഷണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞങ്ങൾ ഈ കുടുംബത്തോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ ഭീംറാവു അംബേദ്കർ ഗ്ലോബൽ ഫൗണ്ടേഷൻ്റെ നാഷണൽ സെക്രട്ടറി കൂടിയാണ് ഞാൻ.
അപ്പോൾ ആ രീതിയിലുള്ള നിയമസഹായം കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കുടുംബത്തിന് ചെയ്തു കൊടുക്കും. ഇപ്പോൾ നിലവിലുള്ള കേസിൻ്റെ പൊസിഷൻ അറിഞ്ഞതിന് ശേഷമേ ഞങ്ങൾ ആ കാര്യങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ആ വിഷയങ്ങൾ ഈ കുടുംബത്തെ ധരിപ്പിക്കാനാണ് ഞങ്ങൾ വണ്ടിപ്പെരിയാറിൽ വന്നത്. ഇതോടൊപ്പം കേസിനാവശ്യമായ മുഴുവൻ നിയമസഹായങ്ങളും സംഘടന ഏറ്റെടുത്തുകൊണ്ട് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ദേശീയ സെക്രട്ടറിക്കൊപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികളായ കരീം വളാഞ്ചേരി, ഷാഫി കരുവാരക്കുണ്ട്, ഡോക്ടർ വിജയൻ നിലമ്പൂർ, സലാം വണ്ടൂർ എന്നിവരും പീഡനത്തിൽ മരണപ്പെട്ട കുട്ടിയുടെ വീട് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കരയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപന ആഘോഷം വിപുലമായി നടത്തി. ഇതോടനുബന്ധിച്ച് വിളംബര ജാഥ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോർജ് പുല്ലൻ പതാക ഉയർത്തി. തുടർന്ന് തൊടുപുഴ ഡിവൈഎസ്പി ഇമ്മാനുവൽ പോൾ വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിന്റെ പൈതൃക കലാരൂപങ്ങളായ തിരുവാതിര, ഒപ്പന, മാർഗം കളി, ദഫ്മുട്ട് എന്നിവയും ചെണ്ടമേളവും ബാൻഡ് സെറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ജാഥയിൽ ഫുട്ബോൾ, വോളിബോൾ ടീമുകളും പങ്കെടുത്തു. കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് വിളംബര ജാഥ നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പുല്ലൻ പതാക ഉയർത്തി. വരും ദിവസങ്ങളിൽ നമുക്ക് സമാപന ആഘോഷങ്ങൾ ഏറ്റവും ഭംഗിയായി നടത്തുവാനായി പരിശ്രമിക്കാം. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമമാണ് നമ്മുടെ ജൂബിലി ഏറ്റവും ഭംഗിയാകുന്നതിന് കാരണമാകുന്നു. ഏറ്റവും നല്ല ആഘോഷങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൊടുപുഴ ഡിവൈഎസ്പി ഇമ്മാനുവൽ പോൾ വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. 75 വർഷത്തെ ചരിത്രമുള്ള ഈ സ്കൂളിൽ ഇത്രയും ഗംഭീരമായ പരിപാടികൾ നടക്കുമ്പോൾ അതിൻ്റെ നോട്ടീസ് ഞാൻ ജസ്റ്റ് ഒഴിച്ച് വായിച്ചപ്പോൾ തന്നെ കണ്ടത്, അതിൽ കാണുന്ന പല പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് ഇറങ്ങിപ്പോയിട്ടുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. അത് തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ നാട്ടിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ പ്രേരണ നൽകുന്ന ഒരു കലാലയമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളത് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് തികച്ചും അഭിമാനകരമായ ഒരു കാര്യമാണ്. സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് കൊന്താലപ്പള്ളി ചുറ്റി തിരികെ സ്കൂളിൽ പ്രവേശിച്ച ജാഥയിൽ വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ, PTA, MBTA ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന വേഷവിധാനങ്ങളും കേരളത്തിന്റെ പൈതൃക കലാരൂപങ്ങളായ തിരുവാതിര, ഒപ്പന, മാർഗം കളി, ദഫ്മുട്ട് എന്നിവയും കലയന്താനിയുടെ കായിക പാരമ്പര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ, വോളിബോൾ ടീമുകളും ജാഥയിൽ പങ്കെടുത്തു. നാടിനെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ചെണ്ടമേളവും ബാൻഡ് സെറ്റും കുട്ടികൾ ഒരുക്കി. ജൂബിലി സന്ദേശം പടർത്തിക്കൊണ്ട് പ്രതീകാത്മകമായി 75 ബലൂണുകൾ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ ഒരുമിച്ച് ആകാശത്തേക്ക് പറത്തിയത് എല്ലാവർക്കും വിസ്മയ കാഴ്ചയായി. ജൂബിലി സമാപന സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് പ്രദീപ് പോൾ, MBTA പ്രസിഡന്റ് ചിത്രലേഖ PD, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ജോപി സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ് സ്വാഗതവും ഹെഡ്മാസ്റ്റർ ഫാദർ ആന്റണി പുലിമലയിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കലയന്താനി. ചീനിക്കുഴി സെന്റ് മേരീസ് പള്ളിയിൽ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. വികാരി ഫാദർ സെബാസ്റ്റ്യൻ പന്നാരക്കുന്നിൽ നേതൃത്വം നൽകി. 4 ദിവസങ്ങളിലായി നടക്കുന്ന തിരുനാൾ ആഘോഷം 27-ന് സമാപിക്കും. ഈ ദിവസങ്ങളിൽ കുർബാന, ലതി, ചൈനീസ് വെടിക്കെട്ട് എന്നിവ ഉണ്ടായിരിക്കും. ചീനിക്കുഴി സെന്റ് മേരീസ് പള്ളിയിൽ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പന്നാരക്കുന്നിൽ കൊടിയേറ്റ് നിർവഹിച്ചു.
സഹവാസവും നമ്മിലുണ്ടാകേണമെന്നും. 25 വൈകുന്നേരം 4:30 ഫാദർ വിനീത് മേക്കിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. ഫാദർ ജിൻസ് കാരക്കാട്ട് സന്ദേശം നൽകും. തുടർന്ന് ചീനിക്കുഴി കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം. രാത്രി 8-ന് ചൈനീസ് വെടിക്കെട്ട്. 26-ന് രാവിലെ 7-ന് വിശുദ്ധ കുർബാന. രാവിലെ 10:15-ന് ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ ജോൺ അർപ്പിക്കും. ഫാദർ ആന്റണി പുത്തൻകുളം സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം. 12:30-ന് സ്നേഹവിരുന്ന്. 27-ന് രാവിലെ 6:45-ന് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, ചീനിക്കുഴി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓൾ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്സ് ഫെഡറേഷൻ തൊടുപുഴ ബ്രാഞ്ച് കൗൺസിൽ വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടന്നു. KSSPU കരിമണ്ണൂർ യൂണിറ്റ് 32ാം വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ 25-26 വാർഡുകളിൽ പ്രവർത്തിക്കുന്ന ജീവനി ഹരിത സംഘം ഒളമറ്റത്തിന്റെ വാർഷിക പൊതുയോഗവും പച്ചക്കറി ഉൽപാദന സാമഗ്രികളുടെ വിതരണവും നടത്തി. KSRTC തൊടുപുഴ ഡിപ്പോയിൽ ഡ്രൈവേഴ്സ് ദിനം ആഘോഷിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് ഡിപ്പോയിലെ മികച്ച ഡ്രൈവർമാരെ ആദരിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഒരുക്കുന്ന ന്യൂമാനിയം 2024 ആർട്സ്, സയൻസ്, കൊമേഴ്സ് എക്സിബിഷൻ 2ാം ദിവസവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.